നമസ്കാരം. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കലുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അദ്ദേഹം നമ്മുടെ കേരളത്തിലെയും നല്ല പൊതുവെ നമ്മുടെ സിവിൽ സർവീസിനകത്ത് ചില മാറ്റങ്ങൾ, നമ്മുടെ സിസ്റ്റങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട്, ഒരു വ്യക്തമായ നിലപാടുകൾ ആണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്, നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനി എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ജോയിന്റ് കൗൺസിൽ നേതാവാണ്, നിങ്ങൾ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? ഈ ചോദ്യം നമ്മുടെ പ്രതിപക്ഷ സംഘടനകൾ, നമ്മുടെ സഹോദര സംഘടന സ്ഥിരമായി പ്രചരിപ്പിക്കുന്നതാണ്. നമ്മൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരങ്ങൾ നടത്തുന്നതുകൊണ്ട് വലതുപക്ഷമാണ്. യഥാർത്ഥ ഇടതുപക്ഷം നമ്മളാണ്. സമരം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇടതുപക്ഷ നിലപാട്. അതിനുവേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഒന്ന് വിഷയം പെൻഷനാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. ജോയിന്റ് കൗൺസിലിൽ ഞാൻ സുപ്രീം കോടതി പോയ അറിയാമല്ലോ. സുപ്രീം കോടതി ചെന്ന വിവരാവകാശ നിയമപ്രകാരം ആ പുനഃപരിശോധന സമിതി റിപ്പോർട്ട് പുറത്തു വാങ്ങിയതൊക്കെ വിശദീകരിച്ച് പറഞ്ഞോളൂ, കാരണം നമ്മൾ പ്രേക്ഷകർക്ക് പോലും അത് ഈ നമ്മളെ ഈ UDF ഗവൺമെന്റ് ആണല്ലോ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. 2002 നടപ്പിലാക്കി, നമ്മൾ ചെറുത്തു. 2012 വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പിലാക്കി നമ്മൾ സമരമൊക്കെ ചെയ്തു. പക്ഷേ അന്നത്തെ വലതുപക്ഷ സർക്കാരിൻ്റെ സമ്മർദ്ദവും ചില ജീവനക്കാർ മാറിയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ അന്ന് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ നമുക്ക് ഉറപ്പ് വന്നു, അടുത്ത ഗവൺമെന്റ് വരികയാണെങ്കിൽ ഇത് പുനഃപരിശോധിക്കും. പ്രകടനപത്രിക നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിൽ തന്നെ പ്രകടന പത്രികയെ സംബന്ധിച്ചൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച ഗവൺമെന്റ് ആയിരുന്നു. ഇത് മാത്രം നടപ്പിലാക്കിയില്ല. എന്നിട്ട് 2016 അധികാരത്തിൽ ഗവൺമെന്റ് പതുക്കെ ഈ അജണ്ട മാറ്റിവെച്ചു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സമരം മതിയാക്കി പോയി. നമ്മൾ ആ സമരത്തിൽ പോയി. പേര് പറയുന്നത് അല്ലെ, ഞാൻ പറഞ്ഞ ശരിയില്ല, നമ്മുടെ സഹോദരന്മാരാണ്. അവരൊക്കെ സമരം മതിയാക്കിയിട്ട് പോയി. ഞങ്ങൾ ആ സമരത്തിൽ ഉറച്ചു നിന്നു. 12 തുടങ്ങിയ സമരം 16 നമ്മൾ നിന്നു. 16 നിന്ന് പുനഃപരിശോധനാ സമിതി റിപ്പോർട്ട് കമ്മീഷൻ വയ്ക്കാൻ വേണ്ടി, പുനഃപരിശോധന കമ്മീഷൻ വയ്ക്കാൻ വേണ്ടി വലിയ നിരന്തരമായി ഇടപെട്ടു. അവസാനം കമ്മീഷനെ വച്ചു. സതീഷ് ചന്ദ്രബാബു ജില്ലാ ജഡ്ജിയായിരുന്നു. ജസ്റ്റിസ് സതീഷ് ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ വച്ചു. കമ്മീഷൻ്റെ റിപ്പോർട്ട് പിന്നെ പുറത്തുവിടില്ല. നമ്മൾ റിപ്പോർട്ട് കൊടുത്തു, കോവിഡ് കാലത്ത് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ആ ഗവൺമെൻറ് കാലഘട്ടം കഴിഞ്ഞു. പുതിയ തുടർച്ച വന്നു, LDF ഗവൺമെൻറ് തുടർച്ച വന്നു. ആ ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടതാണ്. ആ ഗവൺമെൻറ് മനഃപൂർവ്വം ഇങ്ങനെ ചവിട്ടി ഇല്ലാതാക്കി. രണ്ടാമത് ഗവൺമെൻറ് വന്നു, സമിതി റിപ്പോർട്ട് പുറത്തുവിടില്ല. നമ്മൾ വിവരാവശ്യം കൊടുത്തു, തന്നില്ല. ഞാൻ വിവരാവശ്യ കമ്മീഷനെ സമീപിച്ചു. വിവരാവശ്യ കമ്മീഷൻ തരാൻ ഉത്തരവിട്ടു. ഇത് പൊതുരേഖയാണ്, കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നില്ല. തരാത്തോണ്ട് ഗവൺമെന്റിന്റെ ഹൈക്കോടതി പോയി. ഞാനും കൂടെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. നിർഭാഗ്യം വെച്ചാൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളി. നമുക്കെതിരെ വിധിച്ചു, കൊടുക്കണ്ട, അത് പൊതുരേഖയൊന്നുമല്ല, നിയമസഭ വെച്ചാൽ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞു. നമ്മൾ അവിടെയും കൊണ്ട് തീർന്നില്ല, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അന്തസ്സായ വിധി, പുനഃപരിശോധനാ സമിതി റിപ്പോർട്ട് പൊതുരേഖയാണ്, വിവരാവകാശ നിയമപ്രകാരം കൊടുക്കണം എന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് അഫയസ് സോഖയുടെ ബെഞ്ച് വിധിച്ചു. റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് മനസ്സിലായി ഇതുവരെയുള്ള പ്രചരണം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനേ കഴിയില്ല, അതിന് PFRD പിൻവലിക്കണം എന്നായിരുന്നു നമ്മളൊക്കെ സഹോദര പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. അങ്ങനെ അത് ജീവനക്കാരെ ഇടയിൽ ഒരു ആശങ്കയുണ്ടാക്കി. പിൻവലിക്കാൻ കഴിയില്ല, മറ്റ് സംസ്ഥാനങ്ങളൊന്നും പിൻവലിച്ചിട്ടില്ല എന്നൊക്കെ ആലോചിച്ച് നോക്കണം. 2016 കഴിഞ്ഞ് 2020 ആയപ്പോൾ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെല്ലാം പിൻവലിച്ചു. പിൻവലിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഇതിപ്പോ ഒരു കൊള്ളയാണെന്നേ. ഇതൊരു വലതുപക്ഷ കോർപ്പറേറ്റുകൾക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു കൊള്ളയാണ്. സംശയമൊന്നുമില്ല. നന്ദൻ ഇപ്പോൾ ഒരു 10,000 രൂപ വെച്ച് 5,000 രൂപ വെച്ച് മാസം, തെറ്റാണ്. 5,000 രൂപ വെച്ച് ഒരു വർഷം 60,000 രൂപ ഇടുന്നു. 30 വർഷം സർവീസ് ചെലവും നന്ദൻ ഇടുന്ന പൈസ എത്ര കോടിയാവും എന്നറിയാലോ. 1,80,00,000 രൂപ അടുപ്പിച്ച് വരും. അതിന്റെ റിട്ടേൺ കിട്ടണ്ടേ? അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മനസ്സിലായി. കോർപ്പറേറ്റുകൾ ഒരു കള്ളക്കണക്ക് കൊണ്ടുവന്ന് അതിന്റെ ഫണ്ട് മാനേജർമാർ അവർ സുഖിമാരായി സുഖിച്ച് ജീവിക്കും. ഇപ്പൊ നമ്മളിപ്പോൾ കണ്ടല്ലോ, അദാനിയും അംബാനിയുടെയൊക്കെ കഥകൾ, ഹിഡംബർ കഥകളുണ്ട്. ഓഹരി കമ്പോളത്തിൽ കൊണ്ടിട്ട് അതിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നഷ്ടം വന്നാലും വേണ്ടില്ല. അപ്പൊ ഇത് നേരെ ഓഹരി കമ്പോളത്തിനാണ്. അതുകൊണ്ടില്ല നമ്മളതിനെ എതിർത്തത്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് മാസം തോറും നല്ല തുക ഇട്ടവർക്ക് പോലും പെൻഷൻ പറ്റിയപ്പോൾ 2,000-3,000 രൂപ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ EPF പോലെ, EP പെൻഷൻ പോലെ അവിടെ. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞ് വേണ്ടാന്ന് വെച്ചത്. ഇത് പറ്റിപ്പാണ്, ഇത് കോർപ്പറേറ്റുകൾക്ക് പൈസ. പക്ഷേ കോർപ്പറേറ്റുകളുടെ ശക്തി ഭയങ്കരമാണ്. അവർ BJP സർക്കാരിനെ ഉപയോഗിച്ചതിന് എങ്ങനെയും പിടിച്ചു നിർത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തും. കോൺഗ്രസും അതിന് അനുകൂലമാണെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് പല സംസ്ഥാനങ്ങളും, കോൺഗ്രസ് സംസ്ഥാനങ്ങളും ഇതിന് പിൻവലിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് BJP സർക്കാർ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നത്.
കൺഷ്യൂർഡ് ആയ ഒരു പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന പുതിയ സിസ്റ്റം അത് ഈ കോർപ്പറേറ്റുകൾക്ക് പണം കിട്ടുന്നത് തന്നെ. പക്ഷെ അത് പ്രഖ്യാപിച്ചുവെങ്കിലും ഈ പെൻഷൻ കൊടുക്കുന്ന ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിനകത്ത് വീണ്ടും തർക്കം നടക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ തർക്കം കൂടുതൽ നിൽക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അവിടെ നമ്മളെന്താണ് ഇടതുപക്ഷ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. രണ്ട് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസ്സുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ വലതുപക്ഷ സമിതി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഈ പദ്ധതി അവസാനിപ്പിക്കണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇത് പാർട്ടി കോൺഗ്രസുകളുടെ നിലപാടാണ്. ആ നിലപാടിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ നിലപാട് നടപ്പിലാക്കാൻ ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല ആര് ശ്രമിച്ചിലും അതിനെ എതിരെ നിന്നാലും നമ്മൾ സമരം ചെയ്തേ പറ്റൂ. നമ്മളിതിനകത്ത് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ സമരം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം സ്പേസ് കൈയടക്കുന്ന തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളായിരിക്കും. ഈ സർക്കാർ സർവീസിനകത്തുള്ള ഈ സ്പേസുകൾ നമ്മൾ DAക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഡിസംബർ 10, 11 തീയതികൾ 36 മണിക്കൂറാണ് നമ്മൾ സെക്രട്ടറി മുന്നിൽ ഇരിക്കാൻ തീരുമാനിച്ചത്. 36 മണിക്കൂർ. നമ്മൾ പറയുന്നത് ഇടതുപക്ഷ നയം ഈ സർക്കാർ നടപ്പിലാക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ ചോദിക്കാൻ വേണം. സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പെൻഷന്റെ കാര്യം വേണ്ടത് ഈ പങ്കാളിത്ത പെൻഷൻ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ആനുകൂല്യം ഗവൺമെന്റ് കിട്ടുന്നത് 2040 മാത്രമാണെന്നും അതുവരെ കൊടുക്കുന്ന പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോവുകയാണെന്ന് റിപ്പോർട്ടകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മാത്രമല്ല, ഇപ്പം പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതുകൊണ്ട് സർക്കാരിന്റെ എക്സ്ചക്കറിന് നഷ്ടമാണ്. 4,557 കോടി എന്തോ കൊടുത്തു കഴിഞ്ഞു. അതിനും അത് വെച്ച് ലോൺ എടുക്കുകയാണ്. നമ്മൾ പൈസ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ FD കൊണ്ടിട്ട് ലോൺ എടുക്കുമ്പോൾ എടുക്കുകയാണ്. അതിന്റെ പലിശ എന്തൊരു ക്രൂരത ആലോചിച്ചോളൂ. നമ്മൾ ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെയാണ് നമ്മൾ എതിർത്തത്. ഇത് പങ്കാളിത്ത പെൻഷൻ പോലെയുള്ള ഒരു വലതുപക്ഷ സാമ്പത്തിക നമ്മുടെ കൊള്ളയാണ്, നമ്മുടെ സമ്പത്തിനെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു നിലപാടിൽ നിന്നുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ അപ്പോഴും ജനങ്ങൾ അത് അങ്ങോട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ ആൾക്കാരുടെ എത്തിക്കാത്തതുകൊണ്ടാണ് ഈ CPM-ന്റെ NGO യൂണിയൻ അതിനകത്ത് മാറി നിൽക്കുന്നത് കൊണ്ടോ ആണോ ജനങ്ങളിൽ ഇത് കൂടുതൽ എത്താൻ? നമ്മൾ അതിനകത്ത് വലിയ ശ്രമം നടത്തിയ ഞാനിത് സമയം എടുക്കുന്നിട്ട് പിന്നെ കൂടുതൽ പറയാത്തതാണ്. എന്നാൽ നമ്മുടെ മാത്രമല്ല നമ്മുടെ സമരം പറഞ്ഞു പോകണം. അതിനകത്ത് ഒരു അശ്ലീലത കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങൊരു നിങ്ങൾ പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് ഞാൻ എന്നെക്കുറിച്ച് നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുന്നത് ശരിയല്ലാന്ന് വെച്ചിട്ടാണ്. എന്നാലും ഞാൻ പറയാം, നവംബർ 1 മുതൽ ഡിസംബർ 7 വരെ നമ്മൾ കേരളത്തിൽ അങ്ങോളം നടന്നു, പദയാത്ര നടത്തി. 22,000 പേരാണ് നമ്മളോടൊപ്പം നടന്ന് നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു പിന്തുണ അല്പം കിട്ടിയത്. ഈ DAയുടെ പ്രശ്നമുണ്ട്. ഇപ്പം DA ഉണ്ട്, ഒരാൾക്ക് 100 രൂപ കിട്ടേണ്ടത് 75 രൂപ ശമ്പളം കിട്ടുന്നുള്ളൂ. അതറിയാമല്ലോ. 19 5-1 ശമ്പളം കുറവാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെയുള്ള ഇഷ്ടംപോലെ അരിയർ കിട്ടാറുണ്ട്. സമരം ചെയ്യാൻ ആർക്കും തയ്യാറല്ല. നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ തോന്നും ഈ ഇടതുപക്ഷത്തിന് ഈ ഇടതുപക്ഷത്തിന്റെ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. 2011 ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് 2016 മുതൽ 21 വരെ എന്തെല്ലാം പ്രശ്നം, ഓഹി, പ്രളയം, എന്തെല്ലാം രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നത്തെ സാമ്പത്തികം മാനേജ് ചെയ്തില്ലേ? മാനേജ് ചെയ്ത് ശമ്പളവും പെൻഷനും ശമ്പള പരിഷ്കരണം ആനുകൂല്യം എല്ലാം തന്നില്ലേ ഈ ഗവൺമെന്റ്? ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ ഇവിടെ സാമ്പത്തിക മാനേജ്മെന്റിനകത്ത് പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിനകത്ത് എവിടെ തെറ്റുപറ്റുന്നുണ്ട്? ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അപ്പോൾ അത് അപ്പം പറയും കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാം. എത്ര കാലം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനോട് എതിർക്കണം. അത് എതിർക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ സമരങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ നിരന്തരമായ നയത്തിനെതിരെ പോരാട്ടം നടത്തുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്. പക്ഷെ അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഒരു ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ഗ്രഹപാഠം ഗവൺമെന്റ് നടത്തിയേ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കോർപ്പറേറ്റുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ പറയുന്ന പെൻഷൻ സ്കീം, പുതിയ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ പെൻഷൻ സ്കീമെങ്കിൽ എപ്പോഴും കോർപ്പറേറ്റുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് CPM നയിക്കുന്ന, പ്രത്യേകിച്ച് പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു കോർപ്പറേറ്റ് ഇതിനെതിരായിട്ട് എന്തൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തതും? ഈ കോർപ്പറേറ്റ് പ്രീണനം അല്ലെങ്കിൽ തഴുകൽ എന്തിനാണ് നടത്തുന്നത്? അത് ഞാൻ പറഞ്ഞില്ല. ചില സമയങ്ങളിൽ നമ്മൾ വല്ലാതെ വേദനിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും. ഇടതുപക്ഷ നയങ്ങൾ നടപ്പിൽ നേരത്തെ പറഞ്ഞല്ലോ, ചില വലതുപക്ഷ ഉപദേശകർ അറിയാതെങ്കിലും ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള സംശയം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഒന്നും പ്രശ്നം കൊണ്ടൊന്നും അല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളുടെ ആ ട്യൂണിൽ കുറച്ചൊക്കെ പോയില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നലുണ്ടാവും. ഇപ്പം തന്നെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു 5,000 അടുപ്പിച്ച് കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് വായ്പ എടുത്തുപോയി. പിൻവലിച്ചാൽ വായ്പ തിരിച്ചടക്കാൻ ചോദിക്കും.
അല്ലെങ്കിൽ വായ്പയിൽ കുറവ് വരും. ഇങ്ങനെ പെട്ടുപോയി. അതാണ് ഈ ഗവൺമെന്റ്. പക്ഷേ അത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഘട്ടഘട്ടമായി ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായ വകുപ്പുകളുണ്ട്. ഇതൊരു കരാറാണ്. ആ പണം തിരിച്ചടയ്ക്കുന്നതിനുള്ള ഉപാധികൾ വെച്ചുകൊണ്ട് തിരിച്ചടയ്ക്കാം, പതുക്കെ തിരിച്ചടയ്ക്കാം. ഇപ്പം നമ്മളിന് പിടിക്കുന്നുണ്ട്. ഖജനാവിൽ നിന്ന് ഒരാൾക്ക് 10% തുക കൊടുക്കുന്നുണ്ട്. ഈ തുക തിരിച്ചടച്ചാൽ പോലും ആ തുകയ്ക്ക് കോപ്പറേറ്റീവ് ഇതായി മാറും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു രേഖ സർക്കാരിന് നമുക്ക് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ലല്ലോ. ചർച്ച നടന്നാലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു അങ്ങനെ അതിനുള്ള ഒരു പിന്നെ ഫീൽഡ് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പല പ്രാവശ്യം ഇത്തരം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പൊതുവായ ഒരു സംവാദം ഈ പെൻഷനെ സംബന്ധിച്ച് പുതിയ ഈ കേന്ദ്ര ഗവൺമെന്റ് യുണൈറ്റഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയപ്പോൾ ഇവിടെ അതിനെ ട്യൂണിൽ ആലോചിച്ചോളണം. പെൻഷൻ പിൻവലിക്കാമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിയമസഭയിൽ. കൃത്യമായ നമ്മളുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായി പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ഗവൺമെന്റാണ്. അടുത്ത ബഡ്ജറ്റ് ഓവറായി. അതിനൊരു ചർച്ച നടക്കുന്നില്ല. ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്നതല്ലാതെ ഒരു ആത്മാർത്ഥതയോടുകൂടി ഒരു സമീപനം ഇതിനകത്ത് നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം, ആരൊക്കെ ചർച്ച ചെയ്യണം, സംഘടനകൾക്ക് എന്തൊക്കെ പറയണമെന്ന് നോക്കണം, അവിടെ നിവേദനം വാങ്ങാം, നിവേദനം വാങ്ങിച്ച് നമുക്കൊരു സമിതിക്ക് ഒന്നുകൂടി പരിശോധിക്കാം. സമിതി നിയമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് ജീവനക്കാർക്കും ബോധ്യപ്പെടുന്ന നിലയിൽ ഇടപെടാൻ ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെന്റ് പരാജയമാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അത്തരം സമയം കണ്ടെത്താത്തത്? എനിക്ക് തോന്നുന്നു ഒരു തരം ഒരു പിൻവാങ്ങൽ, ഒരു വിമുഖതയും അങ്ങനെ ഒരു ഇതുണ്ടോ ഈ ഗവൺമെന്റ് ചില കാര്യങ്ങൾ? കാരണം ഇത് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എണ്ണയിട്ട ചക്രം പോലെ ഇങ്ങനെ ചലിക്കേണ്ട ഒരു സംവിധാനമാണ്. ചില ചക്രങ്ങളെല്ലാം ഇങ്ങനെ തണുപ്പിച്ചാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കണമെന്നില്ല. അതിനകത്ത് എന്താണ് അതിനകത്തൊരു സംവിധാനം? അതെനിക്ക് തോന്നുന്നത് ജോയിന്റ് കൗൺസിൽ നേതാവായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണോ? അങ്ങനെ അതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയല്ല. എനിക്ക് പേടിയെന്നറിയാമോ, ഞാനൊരിക്കലും ഈ ഗവൺമെന്റിനെതിരെ, ഞങ്ങളുടെ കൂടി ഗവൺമെന്റാണിത്, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഗവൺമെന്റ് അല്ലാതെ വലതുപക്ഷ ഗവൺമെന്റ് വന്നാൽ എന്തൊക്കെ നടക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് 2016 ശേഷം 2021 വരെ 2 ലക്ഷം പേർക്ക് ഇവിടെ സർക്കാർ ജോലി കൊടുത്തു. PSC വഴി ജോലി കൊടുത്തു. കണക്കുണ്ട്. അതിനകത്ത് വെറുതെ പറയുന്നതല്ല. ഏതെങ്കിലും UDF രമേശ് ചെന്നിത്തല പോലും കഴിഞ്ഞ ഗവൺമെന്റ് അവസാനം പറഞ്ഞത് കുറച്ച് തസ്തിക വെട്ടി കുറയ്ക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഭരണത്തിൽ കയറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ അറിയാതെ വായന വീണുപോയി. കുറച്ച് തസ്തിക വെട്ടി കുറയ്ക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ തസ്തിക അങ്ങനെ കുറയ്ക്കേണ്ടതില്ല. നമ്മൾ ഇപ്പം താൽക്കാലിക തസ്തിക ഇത്രയായതാണ്. താൽക്കാലിക തസ്തികയായത് സേവനം നൽകാൻ വേണ്ടിയാണ്. ഈ നമ്മുടെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചില ഓഫീസുകളിലെല്ലാം ആവശ്യമില്ലാത്ത വെറുതെയാണ്. അത് പഠിക്കട്ടെ, നമ്മൾ അതിനെതിരൊന്നുമല്ല. അങ്ങനെയുള്ളൊരു ചർച്ച ചെയ്ത് ആ തസ്തിക വെട്ടിക്കുറയ്ക്കുകയും പുനഃക്രമീകരിക്കുകയും ഞങ്ങൾ ഇതിരൊന്നുമല്ല. പക്ഷേ ഈ സിസ്റ്റം നമുക്കറിയാം. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, കൂടുതൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കൂടുതൽ ആശുപത്രികൾ, കൂടുതൽ വിദ്യാഭ്യാസം. 2,80,000 പേര് വിദ്യാഭ്യാസ മേഖലയാണ് ജോലി ചെയ്യുന്നത്. 60,000 പേര് ആരോഗ്യ മേഖലയാണ് ജോലി ചെയ്യുന്നത്. 45,000 42,000 50,000 അടുപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ 5 ലക്ഷം ജീവനക്കാർ എത്ര പോയി? 4 പോയി. ബാക്കി എല്ലാം കൂടെ 1.4 ലക്ഷമാണ്. കോടതി, റവന്യൂ, സാമൂഹ്യം എല്ലാം കൂടെ ഉള്ളത്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുമോ? ആരോഗ്യ മേഖല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനം നമുക്കില്ല. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെ വേണമെന്നുള്ള ജീവനക്കാർ വേണം. പക്ഷെ അത് തിരിച്ചറിയണം ഗവൺമെന്റ്. ഇതിനെ ദുർബലപ്പെടുത്തിയിട്ട് എന്ന് നേടാൻ സർക്കാർ ആശുപത്രികളും ഈ ഉത്തരേന്ത്യയിലൊക്കെ എന്നറിയാമോ കെട്ടിടം കിട്ടും, അവിടെ ജീവനക്കാരെ കൊടുക്കൂല, അടച്ചിടും. അയ്യോ, നമ്മൾക്ക് വല്ലാത്ത സങ്കടം. അതിന്റെ കമ്മീഷൻ എടുത്തു, ഉപകരണം വാങ്ങും, അതിന്റെ കമ്മീഷൻ വാങ്ങും, അല്ലാതെ ജീവനക്കാരില്ല. നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ ഇല്ലാതെ പറയുന്നില്ല. ഉപകരണം വാങ്ങി അതിന്റെ കമ്മീഷൻ വാങ്ങിയിട്ട് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ മതി. എത്ര മറ്റേ പല ഓഫീസുകൾ, ഇപ്പം കൃഷി ഓഫീസുകളിലോ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ട്രാക്ടർ അത് ഇതൊക്കെ ചുമ്മാ കിടക്കും. അത് എനിക്ക് മാത്രമല്ല, ഓഫീസുകളുടെ വരാന്തകളൊക്കെ നോക്കിയാൽ കസേര വാങ്ങിച്ചിടുന്നത് പണം ചിലവഴിക്കാൻ വേണ്ടി വർഷത്തിന്റെ അവസാനം ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഒരു ടെൻഡർ കൊടുക്കും. ഇതുപോലെ അക്കൗണ്ട് ഏജൻസികൾ കൊടുക്കും. ഓരോ ഏജൻസിയുടെ പേരേം പറയുന്നില്ല. കൊടുത്തിട്ട് അവരെ കൊണ്ട് വാങ്ങി അവർ കൊള്ളയടിച്ച് കുറെ സാധനം കൊണ്ട് കൊടുക്കും. ഉള്ള സാധനം കൊണ്ട് കൊടുക്കും. അത് വാങ്ങി 2 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞ് എടുത്തു എറിയും. പക്ഷെ നമ്മൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ ഓഫീസിന്റെ ഒരു പ്രതിച്ഛായയുണ്ട്. ചെല്ലുമ്പോൾ കാണുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ കസേരകൾ ഒരു മൂലയിൽ കിടക്കുക, കക്കൂസുകൾ അങ്ങോട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ മൂത്രത്തിന്റെ ഉപകരണം വാങ്ങിയാൽ 10 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി ഉള്ള ഉപകരണം വാങ്ങണം. ഗ്യാരണ്ടി ഇപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നൊരു സാധനമുണ്ട്.
ഒരു ഉപകരണം വാങ്ങിയാൽ ഉപകരണത്തിൻ്റെ 20% ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഇതൊക്കെ ഈ കൊള്ളയാണ് ചില സ്ഥലങ്ങളിൽ നടക്കുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ സിസ്റ്റത്തിൻ്റെ അത് എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് നമ്മൾ ഞാൻ യൂറോപ്യൻ കൺട്രിയിൽ കൊണ്ടുവന്ന ചില പിന്നെ ടോയ്സ് കാണാറുണ്ട്. എടുത്തെറിഞ്ഞാൽ പൊട്ടൂല, അങ്ങോട്ടാ പൊട്ടൂല. ഇവിടുത്തെ വിലയൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് അതിൻ്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് അവിടെ ഒരാൾക്കൊരു ഒരു കളിപ്പാട്ടം പോലും ആ തരത്തിലുണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം പോലും നേരെയാക്കാൻ കഴിയില്ല. നമ്മൾ അതിന് മാറിയുണ്ടാവും. ഇനി അവസാനം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ സർക്കാർ ജീവനക്കാരെ കുറിച്ച് ജനങ്ങൾ വളരെ പുച്ഛത്തോടെ കണ്ട ഒരു സാധനമാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിച്ച ചില ഞാൻ ചോദിക്കാതെ വിടൂലല്ലോ. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് ജോയിന്റ് കൗൺസിൽ ഒരു നിലപാട്? എനിക്ക് നിങ്ങൾ ആലോചിക്കണം, 62 ലക്ഷം പേരാണ് പെൻഷൻ വാങ്ങുന്നത്. പെൻഷൻ വാങ്ങുന്നതിൽ 1458 അത് ചെറിയ സംഖ്യ ആണെങ്കിൽ തന്നെയും തെറ്റാണ്. പെൻഷൻ്റെ ഒരു പ്രശ്നം നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ ഇതിനാദ്യം തന്നെ ധനവകുപ്പിന് പുറത്തോട്ട് 1458 ജീവനക്കാർ വാങ്ങുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ ജീവനക്കാർ വല്ലാതെ നാണം കിട്ടും. ഇതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടോ? ഇത് ഐക്യം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഇത് കണ്ടെത്തിയത്. അവർക്ക് പ്രാദേശികമായി അന്വേഷിക്കാനൊരു സംവിധാനമൊന്നുമില്ല. ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ അടിസ്ഥാനത്തിരിക്കുന്ന സാധനമാണ്. അല്ല പ്രാദേശികമായിട്ട് ഒരു സർക്കാർ സ്ഥാപനമല്ല. ഇവർ കൊടുത്ത കണക്കാണ് പുറത്തുവിട്ടത്. ഈ കണക്ക് പുറത്തുവിട്ടത് പേര് വിവരം നമ്മളാണ് പറഞ്ഞത് പുറത്തു വിടണം. നമ്മുടെ കൂടെ ഐഡന്റിറ്റിയുടെ പ്രശ്നമായി പേരാണ് ചോദിച്ചത്. കൂടുതലും വികലാംഗരാണ്. ഇപ്പം ഇതിൻ്റെ പ്രശ്നം 2010 ഒരു അപേക്ഷ ഒരാൾ കൊടുത്തു. ആ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് ജോലി കാണൂല. 1 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും വരുമാനം, വീട്. അതിനുശേഷം ഈ 10 കഴിഞ്ഞ് 10, 18, 8 കൊല്ലം 9 കൊല്ലം വാങ്ങിക്കൊണ്ടിരുന്നു. 9 കൊല്ലം ജോലി കിട്ടി. വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അതങ്ങ് പോയി. അത് വേണ്ട കൊടുത്തില്ല. മസ്റ്ററിങ് നടത്തിയപ്പോഴും ഇവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് തെറ്റുപറ്റിയത്. ഇതല്ല പ്രശ്നം. ഇപ്പം പിന്നീട് മലപ്പുറത്ത് കോട്ടയ്ക്കൽ ഒരു പഞ്ചായത്തിലെ കാര്യം കണ്ടല്ലോ. ഇതാരാണ് പരിശോധിക്കുന്നത്? മസ്റ്ററിങ് നടത്തിയ ലിസ്റ്റ് വരുമല്ലോ. പഞ്ചായത്തിലെ ക്ഷേമകാര്യ സമിതിയാണ് പരിശോധിക്കുന്നത്. ആ പരിശോധിച്ച് കിട്ടുന്ന സാധനം പഞ്ചായത്ത് സമിതിയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ക്ഷേമകാര്യ സമിതിയിലെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ എൻ്റെ വാർഡിലുള്ള ഇത്ര പേര് അയാൾക്ക് അറിഞ്ഞൂടെ ഇത് കാറുള്ളവനാണ്, അപ്പോൾ ഇത് കൊടുക്കണ്ടെന്ന് കൊടുക്കണ്ടെന്ന് പറയുന്ന കാര്യം അറിയാമോ? കൊടുക്കണ്ടെന്ന് പറയാത്ത കാര്യം അറിയാമോ? അതൊരു രാഷ്ട്രീയമുണ്ട്. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ പേര് വെട്ടിയാൽ ഈ വോട്ട്. പക്ഷെ തെറ്റാണ്. ഈ വോട്ടിനെ സ്വാധീനിക്കാനും ഇത്തരം കാര്യങ്ങൾ കഴിയില്ല. എന്തായാലും വോട്ട് വളരെയധികം രാഷ്ട്രീയക്കാരെ വല്ലാതെ ദുഷിപ്പിച്ചിട്ടുണ്ട്. കാരണം വോട്ടെന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ പ്രധാന ഉത്തരവാദികൾ പഞ്ചായത്ത് സമിതികളാണ്. പഞ്ചായത്ത് സമിതികൾ ഡീറ്റെയിൽ ആയി പരിശോധിച്ച് ഇതിനകത്ത് അനർഹരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഗവൺമെന്റ് നന്നായി ഇടപെട്ടിട്ടുണ്ട്. പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഒരു ആപ്പ് കൊണ്ട് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടു സോഷ്യൽ ഓഡിറ്റ് നടത്തണം. ഗവൺമെന്റ് സോഷ്യൽ ഓഡിറ്റ് നടപ്പിലാക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്തൊരു മാറ്റം ഉണ്ടാവും. ലിസ്റ്റ് നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ വാർഡ് നമ്പർ 9 ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എന്ന് എഴുതിയിട്ടാൽ അപ്പം തന്നെ പരാതി പോകും. കാറും പിന്നെ കോടിക്കണക്കിന് രൂപയുള്ളവരാണ് വാങ്ങുന്നത്. എത്ര പേര് ഒഴിവായി പോകും? അതൊരു സുതാര്യമായ മതി ഈ തെറ്റുകളൊക്കെ അവസാനിക്കുക. സുതാര്യത ഇല്ലായ്മയാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വലിയ ഒരു സമര പാതയിലേക്കാണ്. നിങ്ങൾ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് ചോദിച്ചു. ഇടതുപക്ഷത്തിന് വേണ്ടി നിങ്ങൾ ഇടതുപക്ഷമാണ്. അത് ഒരു അർത്ഥശങ്കടക്കിടയില്ലാതെ പറയും ഞങ്ങൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ആശയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ശരി, എല്ലാ ആശംസകളും സമരം വിജയിക്കും. താങ്ക് യു.